വായനയുടെ അന്താരാഷ്ട്ര പദവിക്കുള്ള മത്സരവേദിയിൽ പെരുമ്പാവൂരിനും ഇടം. വായനയുടെ മണ്ഡലം എന്ന പദ്ധതിയാണ് പെരുമ്പാവൂരിനെ ഈ വേദിയിൽ എത്തിക്കുന്നത്. പദ്ധതി വഴി 10,000 വീടുകളിൽ എന്റെ വായനശാല സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് ഇതിന് നേതൃത്വം വഹിക്കുന്നവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പിള്ളയുടെ 12ാമത് ചരമദിനം 22 അന്ന് ഉദ്ഘാടനം ചെയ്തു. ജയകേരളം കൊണ്ടുവച്ചു. ജയകേരളം കൊണ്ടുവച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള കാരണവും പി ഗോവിന്ദപിള്ളയ്ക്കുള്ള പ്രസക്തി. ഒന്ന്, പി ഗോവിന്ദപിള്ള ഐക്യ കേരളത്തിന്റെ പെരുമ്പാവൂരിന്റെ ആദ്യത്തെ MLA. രണ്ട്, കേരളത്തിൽ ഇത്രയേറെ പുസ്തകങ്ങൾ ശേഖരിക്കുകയും വായിക്കുകയും ചെയ്തതാണില്ല. 17,865 പുസ്തകം പേജിയുടെ ശേഖരത്തിലുണ്ടായിരുന്നു പഠിക്കുമ്പോൾ. ഈ 17,860 പുസ്തകം 17,860 പുസ്തകവും വായിച്ച് അതിനകത്ത് വെറും ചവറും അതുപോലെ തന്നെ ഹാൻഡ്റൈറ്റിംഗ് വരെയുള്ളതുണ്ട്. പി ഗോവിന്ദപിള്ളയ്ക്ക് ഈ വായനയുടെ കാര്യത്തിൽ വായനക്കാലത്തിൽ അർത്ഥമായ ഒരു അംഗീകാരം കൊടുക്കാൻ വേണ്ടി നിർദ്ദേശം ഒരു PG ദിനം വേണമെന്ന് ആവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഗോവിന്ദപിള്ളയുടെ സ്കൂളിൽ ചേർത്തത്. ഈ 10,000 വീടുകളിൽ പൂർത്തിയാക്കുന്നത് 2,000 വീടുകളിൽ പൂർത്തിയായി കഴിയുമ്പോൾ ഇത് യുനെസ്കോയുടെ ഒരു പുരസ്കാരത്തിന് കൂടി സമർപ്പിക്കാൻ പോവുക. കുട്ടികളുടെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന സംഘടനകൾക്ക് ഒരു ക്യാഷ് അവാർഡുള്ള ഒരു വലിയ പ്രോത്സാഹനമുണ്ട്. പി ഗോവിന്ദപിള്ളയുടെ 2027 പി ഗോവിന്ദപിള്ളയുടെ ശതാബ്ദി വർഷമായ 2027 ജയകേരളം സ്കൂളിൽ വെച്ച് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ വേണ്ടി പ്രഖ്യാപിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ പെരുമ്പാവൂർ മണ്ഡലം എന്ന് പറയുന്നത് വായനാ മണ്ഡലമായി മാറും. എന്നിട്ട് യുനെസ്കോയുടെ 2 പ്രാവശ്യമാണ് യുനെസ്കോയ്ക്ക് ഇതുപോലുള്ള കാര്യത്തിൽ കൊടുക്കുന്ന സമ്പൂർണ്ണ സാക്ഷരത. അതിൻ്റെ കോഴിക്കോട് കഴിഞ്ഞ വർഷം അക്ഷരനഗരിയെ പ്രഖ്യാപിച്ചു. പെരുമ്പാവൂരിന് വായന മണ്ഡലമായി പ്രഖ്യാപിക്കാനുള്ള സൗന്ദര്യം പുസ്തകം തിരഞ്ഞെടുക്കുന്നത് 2,000 പിന്നിട്ടു എല്ലാ അംഗങ്ങൾക്കും മുനിസിപ്പൽ കൗൺസിലോ കൊടുത്തു. ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ ഒരു കോപ്പിയും വീട്ടിലൊരു കൊച്ചു വായനശാല ഉണ്ടാക്കാനുള്ള അത്യാവശ്യം മെറ്റീരിയൽസും തരുന്നുണ്ട്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എംപന്റെ വ്യക്തിപത്രവും പുസ്തകവും കൂടെ നൽകിക്കൊണ്ട് ക്ലബിന്റെ സെക്രട്ടറിയും സെക്രട്ടറി രാജീവ് ഏറ്റുവാങ്ങണം. ഈ രമേശനെ കൊണ്ട് എഴുതിക്കാൻ വേണ്ടി ശ്രമിച്ച് രമേശനെ കൊച്ചു എഴുത്തുകാരനാക്കിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. വായനാ പൂർണിമ കോർഡിനേറ്റർ EV നാരായണൻ, കേരള പ്രദേശ് ഗാന്ധിദർശൻ വേദി ജില്ലാ ചെയർമാൻ MM ഷാജഹാൻ, സംസ്ഥാന സെക്രട്ടറി MP ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിൻ്റെ അഭിമാനമായിട്ടുള്ള പി ഗോവിന്ദപിള്ള വായനയുടെ രംഗത്തും അറിവിൻ്റെ രംഗത്തും മുൻപിൽ നിന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തോടുള്ള ആദരവ് സൂചനമായിട്ടുമാണ് ഇപ്പോൾ എൻ്റെ വായനശാല എന്ന് പറയുന്ന പദ്ധതി പെരുമ്പാവൂരിൽ 10,000 പുസ്തകങ്ങൾ വിവിധങ്ങളായ ആളുകൾക്ക് നൽകി ആ പദ്ധതിയെ യുനെസ്കോയുടെ അംഗീകാരം വാങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു പദ്ധതിയായി മാറ്റാൻ വേണ്ടിയിട്ടാണ് വായനാ പൂർണിമയുടെ ചീഫ് കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട EV നാരായണൻ സാറ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഒരു ഗുരുനാഥൻ തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷം എങ്ങനെയാണ് സമൂഹത്തിന് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യുക, എങ്ങനെയാണ് വീണ്ടും സമൂഹത്തെ പഠിപ്പിക്കുക, എങ്ങനെയാണ് സമൂഹത്തിൽ നിന്ന് താൻ കൂടുതലായി പഠിക്കുക എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട EV നാരായണൻ സാറ്. അദ്ദേഹം എല്ലാവർക്കും മാതൃകയാണ്. ഈ സന്ദർഭത്തിൽ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പെരുമ്പാവൂർ പ്രസ് ക്ലബ്ബുമായി ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുന്നു. ആദ്യമായി ഇതിൻ്റെ ഒരു കീർത്തിപത്രവും പുസ്തകവും പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റിനും ഭാരവാഹികൾക്കും കൂടി സമ്മാനിക്കുന്നു.